ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ആശംസകൾ. പ്രവൃത്തി ദിവസങ്ങൾ തുടങ്ങുകയായി. എങ്കിലും മിക്കവാറും ആളുകൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെയാണ് പ്രവൃത്തി എന്നുള്ളത് വളരെ സൗകര്യമായി നമുക്ക്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സുസ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരും ദിവസവും വരുന്ന ആളുകൾ തന്നെയാണ് സ്റ്റഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പേരുകളും ഇപ്പം മനഃപ്പാടമായി നമുക്ക്. മിക്കവാറും ആരൊക്കെയാണ് റെഗുലർ എന്നുള്ളതൊക്കെ മനഃപ്പാടമായി. റെഗുലറായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞില്ലേ. വളരെ സന്തോഷം. നമ്മുടെ തങ്കിണി 103 ദിവസത്തേക്ക് കടന്നു. ഷഡ്പതി സ്തോത്രം 10 ദിവസത്തേക്ക് കടന്നു. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്തിട്ട് തുടരാം. ഓം അവിനയമപനയ വിഷ്ണോ ഗമയ മനഃ ശമയ വിഷയമൃതൃഷ്ണ ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ. ദിവ്യധുനീമകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപതി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. സത്യവിഭേദാപഗമേ നാഥതവാഹം നമാമഗീനസ്ത്വം സാമുദ്രോ ഹി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. ഉദ്ധൃതനഗ നഗവിദനുജ ധനുജകുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതി രസ്കാരഃ. മത്സ്യാദിഭിരവതാരൈഃ അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. ദാമോദര ഗുണമന്ദിര
സുന്ദരവദനാരവിന്ദ ഗോവിന്ദ ഭവജലധി മദനമന്ദര പരമം ധരമപനയത്വം മേ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദി മദീയേ വദന സരോജേ സദാ വസതു. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദി മദീയേ വദന സരോജേ സദാ വസതു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം പ്രാർത്ഥനാ ഷട്പദി സ്തോത്രം സമ്പൂർണം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നമ്മുടെ അവിടെ കറണ്ട് പോയി എങ്കിലും എമർജൻസി തയ്യാറാക്കി വെച്ചിരുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള ലൈറ്റ് ഉണ്ട്. തൽക്കാലം പോട്ടെ. ഇപ്പം നമ്മൾ 4-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. മുഴുവനാക്കാൻ പറ്റിയില്ല. കാരണം ആചാര്യ ഭഗവത്പാദരുടെ മനപൂർവമായിരിക്കുന്ന അർത്ഥഗർഭമായ പ്രയോഗങ്ങൾ നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് അവഗണിച്ച് കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, ഈ ശ്ലോകത്തിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ആഴം എന്താണ് എന്നത് അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ പോകാൻ. അല്ലെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അപമര്യാദയായി പോകും. ഇത്രയും മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ രചിച്ചു തന്ന് നമ്മളതിൻ്റെ വെറും അക്ഷരാർത്ഥം മാത്രം കണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ട് മുഴുവൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം എന്തെല്ലാം ഉദ്ദേശിച്ചു എന്നുള്ളതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. മഹാജ്ഞാനിയാണ്, മഹാകവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവന എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലെ യഥാശക്തി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങയെ കണ്ടാൽ എല്ലാ സംസാര ദുഃഖങ്ങളും നീങ്ങുകയില്ലേ എന്നാണ് ചോദിച്ചത്. കാരണം അങ്ങ് ആരാണ്? സർവശക്തനാണ്. പ്രഭവതി ഭവതി ദൃഷ്ടേ, പ്രഭവാനായ ഭവാനെ ദർശിക്കപ്പെടുമ്പോൾ, അങ്ങയെ കണ്ടു കഴിയുമ്പോൾ, ഭവതിരസ്കാര ഭവതീന കിം, ഭവതിരസ്കാരം ഭവിക്കുകയില്ലേ എന്നാണ് ചോദ്യം. എന്നുവെച്ചാൽ സംസാരമാകുന്ന ആ സാഗരത്തെ നമുക്ക് ദൂരേക്ക് തള്ളി തിരയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ലേ? സംസാരത്തെ തിരയിലേക്ക് തള്ളിവിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ആരാണ് ഭഗവാൻ? പ്രഭവാനാണ്. ആ പ്രഭവാൻ എന്നുള്ളതിൻ്റെ സപ്തമി പ്രയോഗമാണ് പ്രഭവതി. പ്രഭവതി ഭവതി ദൃഷ്ടേ, പ്രഭവാനായ ഭവാൻ ദർശിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഭവതിരസ്കാര കിം ന ഭവതി, ഭവതിരസ്കാരം ഭവിക്കുകയില്ലേ? അവിടെ 4 ഭവതി പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഭവതി, പ്രഭവതി, ഭവതി, ഭവതിരസ്കാര എന്നുള്ളതിലും ഭവതി എന്നുള്ള രസ്കാര മാറ്റിയാൽ ഭവതി. പഠിപ്പിച്ച് 4 ഭവതി കൊണ്ടൊരു കളി. ഇങ്ങനെയൊക്കെയാണ് കവികൾ കളിക്കുക. അപ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ ആദ്യത്തെ 2 വരികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ആ അവസാനത്തെ വരികൾ, അവസാനത്തെ അക്ഷരങ്ങളെ അടുത്ത അക്ഷരത്തിലേക്ക് സംക്രമിപ്പിച്ച് മുക്തപാദഗ്രസ്തം എന്നുള്ള അലങ്കാരപൂർവമാണ് നിർമ്മിതി. ഉദ്ധൃത നഗ, ആ നഗ എന്നുകൊണ്ട് അടുത്ത പേര് ആരംഭിച്ചു. നഗബി ധനുജ. പിന്നെ ആ ധനുജ എന്നുള്ളത് വെച്ചിട്ട് ധനുജ കുലാമിത്ര, അത് കഴിഞ്ഞാൽ മിത്ര വെച്ചിട്ട് മിത്ര ശശി ദൃഷ്ടേ എന്ന് ആരംഭിച്ചു.
അപ്പം അങ്ങനെ പരസ്പരം ഘടിപ്പിച്ചു എന്നർത്ഥം. ഒരു പാലം പണിതു. എന്തിനാ? ഭഗവാന്റെ പേരുകൾ കൊണ്ടുള്ള ഒരു പാലം പണിത് നമ്മളെ സംസാര സാഗരത്തിന്റെ അപ്പുറത്തേക്ക് കടത്താൻ. ഇതൊക്കെ ഇന്നലെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് മനോഹാരിത അല്പമെങ്കിലും രുചിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ നമ്മൾ ഇന്നലെ ഉദ്ധൃത നഗ അത് കണ്ടു. ഉദ്ധരിക്കപ്പെട്ട പർവ്വതത്തോട് കൂടിയവനെ എന്ന്. അപ്പൊ ഭഗവാൻ കൂർമാവതാരമെടുത്ത് മന്ദരപർവ്വതത്തെ ഉദ്ധരിച്ച കഥയും, ഭഗവാൻ ശ്രീകൃഷ്ണനായി 7 വയസ്സ് ബാലനായിരിക്കെ ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ച കഥയും നമ്മൾ സാമാന്യം ഇന്നലെ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ലോകത്തിന് 2 പ്രാവശ്യം 2 ആപത്തുകൾ പ്രാപിച്ചപ്പോൾ ദേവന്മാര് അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ട് അനാഥരായി പ്രച്ഛന്ന വേഷധാരികളായി എവിടെയും നിൽക്കക്കള്ളിയില്ലാതെ അലയുന്ന അവസ്ഥയിലാണ് ഭഗവാനെ ശരണം പ്രാപിച്ചത്. അപ്പോഴാണ് ഭഗവാൻ അവർക്ക് അവരുടെ ഐശ്വര്യമെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി അമൃതമഥനത്തിനായി കൊണ്ട് നിർദ്ദേശിച്ചത്. അപ്പോഴാണ് ഭഗവാൻ ആ പർവ്വതത്തെ ഉദ്ധരിച്ച കഥയൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെയാണ് ഗോകുലവാസികളായിട്ടുള്ള ഗോപന്മാര് ഇന്ദ്രകോപം കൊണ്ട് ഗോകുലം തന്നെ പ്രളയത്തിൽ ഒലിച്ചു പോകുന്നതായിട്ടൊരവസ്ഥ വന്നപ്പോൾ യാതൊരു ബാധയും കൂടാതെ, ദുഃഖം ഇല്ല എന്ന് മാത്രമല്ല ആനന്ദം നൽകിക്കൊണ്ട് ആ 7 ദിവസം അവർ എങ്ങനെ കഴിച്ചു അല്ലെ? ആ ഗോകുലവാസികള് ഇന്ദ്രൻ പ്രളയം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവര് പ്രളയം അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ സാമീപ്യം കൊണ്ട്, ഭഗവാന്റെ ആ പുലാങ്കുഴൽ വായനയും തമാശകളും ഒക്കെ ആയിട്ട് ആനന്ദത്തിൽ അവർ കഴിച്ചു കൂട്ടി. അവർക്ക് വിശപ്പും ദാഹവും ഊണും ഉറക്കവും അവർ ചിന്തിച്ചതേ ഇല്ല. കാരണം സച്ചിദാനന്ദ കട്ടയാണ് അവരുടെ കൂടെ. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ അവരുടെ കൂടെ. ബ്രഹ്മദേവൻ പോലും അതിശയിച്ച് സ്തുതിച്ചിരുന്നു അല്ലേ? പിന്നീട് എന്തൊരു ഭാഗ്യമാണ് ഈ നന്ദഗോപ വ്രജവാസികളായിട്ടുള്ള ആളുകളുടെ അഹോഭാഗ്യം അഹോഭാഗ്യം എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. ഉദ്ധവൻ സ്തുതിക്കുന്നുണ്ട്, അക്രൂരൻ സ്തുതിക്കുന്നുണ്ട്. ഇത്ര മഹാത്മാക്കളാണ് ഈ ഗോപന്മാരുടെയും ഗോപികമാരുടെയും ഭാഗ്യത്തെക്കുറിച്ച് സ്തുതിച്ചിട്ടുള്ളത്. കാരണം അവരുടെ കൂടെ ആ പരബ്രഹ്മ തത്വം സച്ചിദാനന്ദം ഘനീഭവിച്ച് കൃഷ്ണരൂപത്തിൽ ബാലലീലകളാടുകയാണ്. ആ കൃഷ്ണൻ തന്നെ നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരപ്പനായിട്ട് ക്ഷേത്രത്തിൽ വിഗ്രഹരൂപത്തിൽ കുടികൊള്ളുമ്പോൾ തന്നെ മേൽപ്പത്തൂർ പറഞ്ഞു ഹന്തഭാഗ്യം ജനാനാം എന്ന്. അപ്പോൾ ആ ഭഗവാൻ എന്താ പറയുക, മജ്ജയും മാംസത്തോടും കൂടി അവരുടെ ഇടയിൽ ഒരു ഉണ്ണിയായി അത്ഭുതങ്ങളായ ലീലകളെ കൊണ്ട് അവരെയെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് നിത്യവും 24 മണിക്കൂറും 365 ദിവസവും അവരുടെ ജീവിതം ആ ഭഗവാനിലേക്ക് ആകർഷിച്ച് കെട്ടിയിട്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗ്യം എന്തായിരിക്കും അല്ലേ? എന്ന തവം ചെയ്തനൈ, എന്ത് തപസ്സാണ് അവർ ചെയ്തിട്ടുണ്ടാവുക? അവരുടെ ഭാഗ്യം എത്രയാന്നാ പറയുക. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ആ ആനന്ദം കൊടുത്ത് അനുഗ്രഹിച്ച ഭഗവാൻ അല്ലേ? ഇപ്പം നമ്മളും അതുപോലൊരു അവസ്ഥയിലാണ്. കൊറോണ എന്നതായിട്ടുള്ള ഇന്ദ്രന്റെ വൃഷ്ടി പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ആചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സ്തോത്ര തരംഗിണിയിൽ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇത്രയും ദിവസങ്ങളും കഴിഞ്ഞു പോയതൊന്നും യാതൊരു പീഡയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പഴയതിലും വെച്ച് മുമ്പ് കഴിഞ്ഞതിലും വെച്ച് സുഖമായിട്ട് ആനന്ദത്തോടു കൂടിയാണ് കഴിയുന്നത്. നമുക്ക് ആകെ കൂടിയുള്ള വിഷമം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോഴേ ഉള്ളൂ. പാവങ്ങൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടും എവിടെയും പുറത്തിറങ്ങാൻ പറ്റാതെയും വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് ഒരു വിഷമവും നമുക്കില്ല. നമുക്ക് ഭഗവാൻ ഒരു വിഷമവും തന്നില്ല. വിഷമം തന്നില്ല എന്ന് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ആനന്ദം തരുകയും ചെയ്തു. ഇതുപോലെ ഭാഗ്യം ആർക്ക് കിട്ടും അല്ലേ? ഇതിൽ ഈ പറഞ്ഞ 103 ദിവസവും പങ്കെടുത്തതായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്കറിയാം ആരൊക്കെയാണെന്ന്. 103 ദിവസവും മുടങ്ങാതെ ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പേ വന്ന് റെഡിയായി അറ്റൻഡൻസ് തരുന്ന 2 പരിപാടിയിലും പിന്നെ എക്സ്ട്രാ പരിപാടികൾ സ്വാമി നടത്തിയാൽ അതിലും ഒക്കെ തലയിട്ട് വരുന്ന ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകളുണ്ട് ദിവസവും.
മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാത്ത ആളുകളുണ്ട്. അപ്പൊ അവരും ഏതൊരു ആനന്ദത്തിലായിരിക്കണം, ഏതൊരു ആനന്ദമായിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക, യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ കൃതികൾ, ഭഗവാന്റെ സ്തുതികൾ പഠിക്കാനും ചൊല്ലാനും അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആസ്വദിക്കാനും ഒക്കെ കഴിയുക എന്നുള്ള ആ ഒരു ആനന്ദം, അതുതന്നെയാണ് മേൽപ്പത്തൂരും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്. ഇതുപോലെ കഴിയാൻ ഭാഗ്യം ലഭിക്കണേ എന്നാണ്, അല്ലേ? എനിക്ക് ആരോഗ്യം തന്നു കഴിഞ്ഞാൽ ഞാനും സഞ്ചരേമ സുഖനാരദാധിപത്, സഞ്ചരേമ സുഖനാരദാധിപത്. സുഖനാരദാദികൾ എങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിച്ചുവോ, അതുപോലെ ഞാനും സഞ്ചരിക്കുമാറാകട്ടെ. എന്നെ ഇപ്പോൾ ഈ വാദം എന്നതായിട്ടുള്ള രോഗം എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ഈ വാദരോഗം ഒന്ന് മാറ്റിത്തന്നാൽ ഞാനും ആ സുഖബ്രഹ്മർഷിയെ പോലെ, ദേവർഷിയെ പോലെ ആനന്ദത്തോടുകൂടി ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സഞ്ചരിക്കുമായിരുന്നു എന്ന് അവർ പ്രാർത്ഥിച്ചതാ. അതല്ലേ നമുക്കിപ്പോൾ സാധിക്കണത് 103 ദിവസമായിട്ട്. അപ്പൊ എത്ര സുഹൃതികളാണ് എന്നുള്ളത് ഓർക്കുക. നമ്മൾ സുഹൃതികൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെ യാതൊരു തര പീഡയും ബാധിക്കാതെ, ഇവൻ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ വിദേശത്തോ പരദേശത്തോ ഒക്കെ ഉണ്ടാവാം, അവർക്കൊക്കെ പല പീഡകളും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവാം. എങ്കിലും അതെല്ലാം വളരെ നിസ്സാരമായിട്ട് ഭഗവാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, നീക്കിക്കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കഥകൾ ഒരുപാട് പേര് നമ്മളോട് പങ്കിടലുണ്ടായി. ഇവിടെയുള്ള അവരുടെ വീട്ടിലിരുന്നു കൊണ്ടുള്ള അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾക്ക് യാതൊരു ബാധയുമില്ലാതെ വന്നതൊക്കെ മഞ്ഞുപോലെ ഉരുകിപ്പോയതായിട്ടുള്ള, നിസ്സാരമായി പോയതായിട്ടുള്ള കഥകൾ ഒരുപാട് പേര് നമ്മളോട് പങ്കിട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥനകൾ തന്നെയാണ് അതിനൊക്കെ ബേസ്. നമുക്ക് നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഈ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അപ്പം അതിൽ നമ്മുടെ ബന്ധുക്കളുടെ കാര്യവും പ്രത്യേകമായിട്ട് നമുക്ക് പറയാം ഭഗവാനോട്. നമുക്ക് വേണ്ടപ്പെട്ട ആർക്ക് വല്ല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നമുക്ക് വല്ലാതെ വേദനിക്കുമോ, അവരെ നല്ലോണം രക്ഷിച്ചോളണേ ഭഗവാനെ എന്ന് പറയുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. പ്രത്യേകമായിട്ട് അതും പറയാം. ലോകത്തിൻ്റെ മുഴുവൻ കാര്യവും നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓരോരുത്തരും അവരവർ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. എങ്കിലും അതെല്ലാം ക്ഷയിപ്പിച്ച് ഇനിയും പാപങ്ങൾ ചെയ്യുന്ന ആ സംസ്കാരത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് അവര് പിന്തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അവരും പ്രാർത്ഥിക്കാറാവണം. ലോകത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്വാർത്ഥരും ഇപ്പോൾ ദുഷ്ടത്തരം കാണിക്കുന്നവരുമായിട്ടുള്ള ആളുകളും അവരുടെ ഉള്ളിലുള്ള സ്വാർത്ഥത കുറഞ്ഞ്, ദുഷ്ടത്തരങ്ങൾ കുറഞ്ഞ്, പാപം ചെയ്യുന്നത് കുറച്ച് അവരും നമ്മളെപ്പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നതിലേക്ക് വരണം. അതും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഒരു സത്വഗുണം കൊടുത്ത്, എല്ലാവർക്കും ദൈവീകമായിട്ടുള്ള ചിന്തകൾ കൊടുത്ത്, എല്ലാവരെയും നല്ല വഴിക്ക്, ഏത് മതത്തിലോ വിശ്വസിച്ചോട്ടെ, ഏത് ഈശ്വരനിലോ വിശ്വസിച്ചോട്ടെ, അതൊന്നും നമുക്ക് വിരോധമില്ല. അതിലൊന്നുമല്ല നമുക്ക് ആരോടും ഒരു തരത്തിലുള്ള വിരോധവും. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഹാനികരമാവുമ്പോൾ, ദോഷകരമാവുമ്പോൾ, അപ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. അത് അവരുടെ പ്രവൃത്തികളെ മാത്രമാണ് നമ്മൾ ദ്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അവരോട് ഒരു തരത്തിലുള്ളതായിട്ടുള്ള ഏത് ദേശത്തായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, ഏത് ജാതിയിലായിക്കോട്ടെ, എന്ത് പ്രവൃത്തി ചെയ്തോട്ടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അവരവരുടെ പാട്ടിന് അവിടെ ഇരുന്നാൽ മതി. ബാക്കിയുള്ളവരുടെ മേലെ കയറി വരാതിരുന്നാൽ മതി. ആ ഒരു സംസ്കാരം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോ ഉദ്ധൃത നഖ, പർവ്വതത്തെ ഉദ്ധരിച്ചവനെ, 2 പർവ്വതങ്ങളെ ഉദ്ധരിച്ചവനെ, അങ്ങേക്ക് ഈ നിസ്സാരനായിട്ടുള്ള എന്നെ ഉദ്ധരിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? നഖബിദ അനുജ, ഇന്ദ്രന്റെ അനുജനായിരിക്കുന്നവനെ, പർവ്വതങ്ങളെ ഭേദിച്ച, പർവ്വതങ്ങളുടെ ചിറകുകൾ വെട്ടിക്കളഞ്ഞ ആ ഇന്ദ്രന്റെ അനുജനായി വാമനനായി അവതരിച്ച് ത്രിവിക്രമനായി വിശ്വരൂപ ദർശനത്തിലൂടെ മഹാബലിയുടെ അജ്ഞാനത്തെ നീക്കി മഹാബലിക്ക് വിശ്വരൂപ ദർശനം, ജ്ഞാനദർശനം കൊടുത്ത് അറിവുള്ളവനായി
മുമ്പേ തന്നെ സത്യസന്ധനും ധർമ്മനിഷ്ഠനും വീരനുമായിരുന്ന അദ്ദേഹത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആസുരികതയെ കളയിപ്പിച്ച, ആസുരികത എന്നുള്ളത് ഈശ്വരനെ അറിയായികയാണ്. ഈശ്വരനെ അറിയാത്തവരാണ് അസുരന്മാരായി തീരുന്നത്. അവരെ സ്വാർത്ഥന്മാരായി തീർന്ന ഇന്ദ്രിയ പ്രീതിക്കായിക്കൊണ്ട് ഈ ലോകം മുഴുവൻ അവരുടെ ഭോഗത്തിനാണെന്ന് കരുതുന്നു. അത് ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മ മഹാബലിക്ക് നീക്കിക്കൊടുത്തു ഭഗവാൻ വിശ്വരൂപ ദർശനത്തിലൂടെ. ആ അറിവുണ്ടായതോടുകൂടി മഹാബലിയെ പോലെ ഒരു പരമസാത്വികൻ വേറെയില്ല. മഹാബലിയും മനുഷ്യൻ തന്നെയാണ്. അസുരൻ എന്നൊക്കെ ഉള്ളത് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരാണ്. അത് സ്വഭാവം കൊണ്ട് അസുരനായി തീരുകയാണ്. പ്രഹ്ലാദനും അസുരബാലൻ എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെക്കാളൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമ മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഇവരുടെയൊക്കെ മുത്തശ്ശന്മാരൊക്കെ ആരാ? കശ്യപ പ്രജാപതി, മനുഷ്യനാണ് അദ്ദേഹം. ഇവരുടെയൊക്കെ അമ്മമാരാരാ? ദക്ഷ പ്രജാപതിയുടെ മക്കളാ. ദക്ഷനും മനുഷ്യൻ തന്നെയാണ്. പ്രചേതസ്സുകൾ എന്ന മനുഷ്യന്മാരുടെ മകനാണ് ദക്ഷൻ. ആ ദക്ഷന്റെ മക്കളാണ് ദിതി, ധനു, അതിഥി മുതലായിട്ടുള്ള അമ്മമാര്. അവരുടെ മക്കളാണ് ഈ പറഞ്ഞവരൊക്കെ. ഒക്കെ മനുഷ്യന്മാര് തന്നെയാണ്. എന്തുകൊണ്ട് അവരെ അസുരന്മാരെന്ന് വിളിച്ചു? ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നത് കൊണ്ട്. അതാണ് അസുര സ്വഭാവം. അസുഷു രമതേ, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നത് കൊണ്ട് അവരെ അസുരൻ എന്ന് വിളിച്ചു. അപ്പൊ അവരിലെ ആസുരികതയെ നീക്കിക്കൊടുത്തു ഭഗവാൻ. അങ്ങനെ അവരെയൊക്കെ ശുദ്ധീകരിച്ചു, പലരെയും ശുദ്ധീകരിച്ചു. പ്രഹ്ലാദനിലെ ആസുരികത എന്നോ നീങ്ങി, ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ നീങ്ങി. ആ ഹിരണ്യകശിപുവിന്റെ മകൻ എന്നുള്ള ഒറ്റ ദോഷം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്തില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. തൻ്റെ അച്ഛൻ തന്നെ എത്രയോ ദ്രോഹിച്ചിട്ടും ഒരു പ്രതികാര ചിന്ത പോലും അദ്ദേഹത്തിൽ ഉണ്ടായില്ല. ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ചിന്ത പോലും ഉണ്ടായില്ല. അത്രയ്ക്കും സാത്വികനായിരുന്നു അദ്ദേഹം. പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചിരുന്നു. എനിക്ക് എന്ത് വരണമെങ്കിലും അത് ഭഗവാൻ നോക്കിക്കോളും, ഞാൻ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാരുടെ ആസുരികതയെ പോലും നീക്കിക്കൊടുത്ത ആളാണ് ഭഗവാൻ. നഗഭിധനുജ വാമനമൂർത്തേ ധനുജകുലാമിത്ര. അടുത്ത പദം ധനുജകുല അമിത്ര. ധനുജകുലത്തിന് അമിത്രനായിരിക്കുന്നവനെ. അമിത്രൻ ശത്രു എന്നർത്ഥമാണ്. മിത്രമല്ലാത്തവൻ അമിത്രൻ. അപ്പൊ ഭഗവാൻ ആരുടെ അമിത്രനാണ്? ധനുജകുലാമിത്ര. മിത്ര എന്നല്ല, സന്ധിയില് ധനുജകുലാമിത്ര. ധനുജകുലാനാം അമിത്രഃ ഇതി. ധനുജകുലങ്ങൾക്ക് അമിത്രനായിരിക്കുന്നവൻ. ഇപ്പൊ ധനുജകുലം, ധനു എന്ന ഞാനിപ്പോ പേര് പറഞ്ഞു അല്ലെ. ദക്ഷപുത്രിയുടെ പേരാണ് ധനു. ദക്ഷപുത്രിമാരാണ് 60 പേരുണ്ടായിരുന്നു. രണ്ടാമത്തെ ദക്ഷൻ. ആദ്യ ദക്ഷൻ ബ്രഹ്മദേവന്റെ പുത്രനായിട്ട് ജനിച്ചു. ബ്രഹ്മാവിന്റെ പാദാങ്കുഷ്ടത്തിൽ നിന്ന് ഉണ്ടായ ആളാണ് ആദ്യത്തെ ദക്ഷൻ. ആ ദക്ഷനാണ് യാഗമൊക്കെ ചെയ്ത് കോലാഹലമൊക്കെ ഉണ്ടാക്കി തലയൊക്കെ പോയി ആട്ടിന്റെ തല വെച്ച്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ മന്വന്തരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. ഒരു മന്വന്തര കാലം കഴിഞ്ഞു, അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് ഈ ദക്ഷൻ, പ്രാചേതസ ദക്ഷൻ എന്നുള്ള ദക്ഷൻ ഉണ്ടാവുന്നത് ചാക്ഷുഷ മന്വന്തരം എന്ന മന്വന്തരത്തിലാണ്. മറ്റത് സ്വയംഭുവ മന്വന്തരത്തിലെ ദക്ഷനാണ്. 2 ദക്ഷന്മാരുണ്ട് നമ്മുടെ പുരാണങ്ങളില്. അതിൽ ആദ്യത്തെ ദക്ഷൻ സ്വയംഭുവ മന്വന്തരത്തിലെ ബ്രഹ്മപുത്രനായ ദക്ഷൻ. അദ്ദേഹത്തിന് 16 പെൺകുട്ടികളാണ്. അതിലൊടുക്കത്തവളാണ് സതീദേവി. ആ സതീദേവിയാണ് ദേഹത്യാഗം ചെയ്തതും പാർവതിയായി ജനിച്ചതും. രണ്ടാമത്തെ ദക്ഷൻ ഇതേ ദക്ഷന്റെ തന്നെ പുനർജന്മമാണ്. പക്ഷെ അത് ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്ന 6ാമത്തെ മന്വന്തരത്തിലാണ്. എത്രയോ കാലം കഴിഞ്ഞു എന്നർത്ഥം. ആ ദക്ഷന് 60 പെൺകുട്ടികളായിരുന്നു. അതിൽ 27 പേരെയാണ് ചന്ദ്രൻ വിവാഹം കഴിച്ചത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം എന്ന് പറഞ്ഞ രേവതി വരെ അല്ലെ. ഇന്ന് രേവതി നക്ഷത്രമാണ്. എൻ്റെ ഗുരുനാഥന്റെ ജന്മദിനം
അത് കർക്കിടകത്തിൽ രേവതിയാണ്, ഇത് മിഥുനത്തിലെ രേവതി. പക്ഷേ എല്ലാ രേവതിയും നമ്മൾ മനസ്സിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കും നമ്മൾ. ഇപ്പോൾ ആ രേവതി എന്ന ശ്രേഷ്ഠമായിട്ടുള്ള നക്ഷത്രം. അപ്പോൾ 27 നക്ഷത്രങ്ങൾ ദക്ഷ പുത്രിമാര് ചന്ദ്രന്റെ പത്നിമാരായി. പിന്നീട് 13 മക്കളെ കശ്യപ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആ 13-ല് ഏറ്റവും പ്രശസ്തയാണ് അദിതി, ദേവന്മാരുടെ മാതാവ്. ദിതി, ദൈത്യന്മാരുടെ മാതാവ്. ദൈത്യന്മാര് അസുരന്മാരെന്നറിയപ്പെടുന്നവര് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒക്കെ ദിതിയുടെ മക്കളാണ്. അതുപോലെ ധനു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കൂടിയുണ്ട്. ആ ധനുവിന്റെ മക്കളെയാണ് ദാനവന്മാരെന്ന് പറയുന്നത്. മറ്റേത് ദിതിയുടെ മക്കള് ദൈത്യന്മാര്. അപ്പൊ ദൈത്യ ദാനവന്മാരെന്ന് പറഞ്ഞാല് രണ്ടമ്മ പെറ്റ ഒരേ സ്വഭാവമുള്ള മക്കള്. അവർ തമ്മിൽ നല്ല ബ്രദർലി എന്താ പറയുക പാർട്ട്ണർഷിപ്പാണ്. രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്ന് അതിഥിയുടെ മക്കളെ ഉപദ്രവിക്കും, ആദിത്യന്മാരെ ഉപദ്രവിക്കും. അപ്പോൾ ഇവരെ രണ്ടു കൂട്ടരെയും, ദൈത്യന്മാരെയും ധനുജന്മാരെയും രണ്ടു കൂട്ടരെയും അസുരന്മാരെന്ന് വിളിക്കും. കാരണം അവരുടെ പെരുമാറ്റ പ്രവൃത്തി കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ധനുജകുലം, ദാനവകുലം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അസുരകുലം, ദൈത്യകുലവും പെട്ടു. അതില് ദിതിയുടെ മക്കളും പെട്ടു. ദൈത്യകുലം എന്ന് പറഞ്ഞാൽ ധനുവിന്റെ കുലവും പെട്ടു. രണ്ടു കൂട്ടരെയും കൂടി ഒന്നിച്ച് ഇരട്ടപെറ്റ മക്കൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഭാവമാണ്. അതുകൊണ്ട് ദാനവന്മാരെന്ന് പറഞ്ഞാലും ദൈത്യന്മാരെന്ന് പറഞ്ഞാലും രണ്ട് സഹോദരിമാരുടെ മക്കളാണ്, പക്ഷെ ഒരേ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ധനുജകുലങ്ങൾക്ക് അമിത്രനായിരിക്കുന്നവനെ, ശത്രുവായിരിക്കുന്നവനെ. അപ്പോൾ പുരാണങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് അല്ലേ? ദുഷ്ടന്മാരായിട്ടുള്ള ഈ അസുര സ്വഭാവമുള്ളതായിട്ടുള്ള ആളുകളെ മുഴുവൻ അവരുടെ പീഡ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാതെ, ദേവന്മാർക്ക് പോലും സ്വസ്ഥരായിട്ട് അവരുടെ ഭരണ നിർവഹണം നടത്താൻ കഴിയാതെ, ഈശ്വരൻ ഏൽപ്പിച്ചതായിട്ടുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ഈശ്വരനെ പൂജിക്കുകയാണ് ഈ ദേവന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഷ്ടദിക് പാലകന്മാരാവട്ടെ, അതുപോലെയുള്ള ഓരോ വകുപ്പിന്റെയും അധ്യക്ഷന്മാരായിട്ടുള്ള ദേവന്മാരാകട്ടെ, അവരൊക്കെ ആരാണ്? ഭഗവാൻ ഇവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഈ വകുപ്പ് നിങ്ങൾ നോക്കൂ, ഈ വകുപ്പ് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള സംസ്കാരത്തിന്, അവരുടെ വാസനകൾക്ക്, അവരുടെ പുണ്യത്തിനൊക്കെ അനുസരിച്ച്, മെറിറ്റിനനുസരിച്ച് സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ എന്താ ചെയ്യണത്? അവരുടെ ഏൽപ്പിച്ച പണിയിലൂടെ ഭഗവാനെ ആരാധിക്കുകയാണ്. സ്വകർമ്മണ തം അഭ്യർച്ച്യ, സ്വകർമ്മം കൊണ്ട് അവർ ഓരോരുത്തരും ഈശ്വരനെ അർച്ചിക്കുന്നു, ആരാധിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള പണിയിലൂടെ ഭഗവാനെ ആരാധിക്കുന്നു. ഇന്ദ്രൻ ഏൽപ്പിച്ചിട്ടുള്ളത് കിഴക്ക് ദിക്ക്, സ്വർഗത്തിന്റെയും 3 ലോകങ്ങളുടെയും ആധിപത്യം, ദേവന്മാരുടെയൊക്കെ നായകത്വം, അതുപോലെ മഴ പെയ്യിക്കാനുള്ള കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇന്ദ്രനെ ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അവര് പ്രധാന വകുപ്പുകളൊക്കെ അവർ കൈവശം വയ്ക്കും. അതുപോലെ പല വകുപ്പുകളും ഇന്ദ്രന്റെ കൈവശമാണ്. അത് കഴിഞ്ഞ് തെക്കിന്റെ അധിപനായിട്ടുള്ള യമൻ, അദ്ദേഹം തെക്ക് ദിക്കിന്റെയും അധിപനാണ്, മരണം എന്നുള്ള വകുപ്പിന്റെയും അധിപനാണ്. ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് നരകാദികളൊക്കെ കൊണ്ട് എത്തിക്കുന്നതും അവർക്ക് അർഹിക്കുന്ന ശിക്ഷകൾ വിധിക്കുന്നതും ദണ്ഡധരനായിട്ടുള്ള തെക്കിന്റെ അധിപനായിട്ടുള്ള യമനാണ്. അതുപോലെ പടിഞ്ഞാറിന്റെ അധിപനാണ് വരുണൻ. ആ വരുണൻ ജലത്തിന്റെയും അധിപനാണ്, ജലജന്തുക്കളുടെ മുഴുവൻ നായകനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതുപോലെ വടക്കിന്റെ അധിപനാണ് കുബേരൻ. കുബേരന് വടക്കിന്റെ ആധിപത്യവും ഒപ്പം ധനത്തിന്റെ ആധിപത്യവും, മൊത്തം ലോകത്തിൽ ആവശ്യമായിട്ടുള്ള ട്രഷറിയുടെ സൂക്ഷിപ്പുകാരനാണ് കുബേരൻ. അതുപോലെ 4 കോണുകൾക്ക് 4 ദേവഭാവങ്ങള്, അഗ്നികോൺ, വായുകോൺ, ഈശാനകോൺ, നിറുതികോൺ എന്നിങ്ങനെ 4 കോണുകൾ. അവർക്ക് 4 പേർക്ക് 4 ഡ്യൂട്ടികള്. സൂര്യൻ, ചന്ദ്രൻ മുതലായവർക്ക് ഡ്യൂട്ടികള്. സൂര്യനും ചന്ദ്രനും മുകളിലും താഴെയുമായിട്ട് രക്ഷിക്കുന്നു. ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റാൾ താഴേക്ക് പോകണു, ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റാള് താഴെ, അങ്ങനെ അവർ ഷിഫ്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സാമാന്യമായിട്ട് പറയുമ്പോൾ ഊർധ്വലോകങ്ങളെ സൂര്യൻ രക്ഷിക്കുന്നു, അധോ ലോകങ്ങളെ ചന്ദ്രൻ രക്ഷിക്കുന്നു എന്ന് പറയുന്നു. കാരണം പകലാണ് പ്രാധാന്യം, പകല് സൂര്യനാണ് പ്രാധാന്യം. പകലിലാണ് വലിയ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ചന്ദ്രൻ രാത്രിയുടെ ദേവനാണ്. അങ്ങനെ ഇവർക്കൊക്കെ 10 ദിക്കുകളുടെ നായകന്മാരാണ് ഇവര്. അത് കഴിഞ്ഞ് പിന്നെ അശ്വിനി ദേവന്മാർ മുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ദേവവൈദ്യന്മാരായിരിക്കുന്നവർ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ്.
അവരൊക്കെ ഭഗവാൻ ഏൽപ്പിച്ച ഗവർണേഴ്സാണ്. ഓരോ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവർ പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ആ രംഗത്ത് തടസ്സം സൃഷ്ടിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അവരുടെ അധികാരങ്ങളെയൊക്കെ പിടിച്ചു പറിച്ച് അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് അവരെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കാതെ അവരെ നാടുകടത്തുക, അല്ലെങ്കിൽ അവർ പ്രച്ഛന്ന വേഷത്തിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ടുള്ള പല സന്ദർഭങ്ങളും നമുക്ക് പുരാണങ്ങളിൽ കാണാം. അപ്പൊ അങ്ങനെ പീഡിതരാവുന്ന ഓരോ സന്ദർഭത്തിലും ദേവന്മാർ ആരെ ആശ്രയിക്കുക? ഭഗവാനെ ചെന്ന് ആശ്രയിക്കുന്നു, അല്ലേ? വൈകുണ്ഠത്തിൽ ചെന്ന് അല്ലെങ്കിൽ പാൽക്കടലിൽ ചെന്ന് ഭഗവാനെ ആശ്രയിക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യണു? വേണ്ടി വന്ന ഓരോരോ അവതാരങ്ങൾ എടുത്തു വന്ന് ഓരോരോ അസുരന്മാരെ, ചില അവതാരങ്ങളിൽ അനേക അസുരന്മാരെ, ഇപ്പൊ രാമാവതാരത്തിൽ അനേക രാക്ഷസന്മാരെ ഭഗവാൻ വധിച്ചു. കൃഷ്ണാവതാരത്തില് കയ്യും കണക്കുമില്ല ഭഗവാൻ വധിച്ചതായിട്ടുള്ള ആളുകള്, അല്ലെ? കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ള പൂതനയിൽ നിന്ന് തുടങ്ങി കംസൻ വരെയുള്ളതായിട്ടുള്ള കംസഭൃത്യന്മാരെയും അതുപോലെ ജരാസന്ധൻ മുതലായിട്ടുള്ളവരെ ഭീമസേനാദികളെ കൊണ്ട് കൊല്ലിച്ചും, മഹാഭാരത യുദ്ധത്തിലൂടെ ദുര്യോധനാദികള് അവരൊക്കെ അസുര സ്വഭാവമാണ്. സാക്ഷാൽ എന്താ പറയുക, കലി തന്നെയാണ് അസുരൻ, അല്ല ദുര്യോധനൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ട സ്വഭാവമുള്ള ആളുകളെയൊക്കെ മറ്റുള്ളവരെ കൊണ്ടും ഒക്കെ കൊല്ലിച്ചുകൊണ്ട്, ശിശുപാലൻ, ദന്തഭക്തൻ മുതലായവര് ഭഗവാന്റെ കസിൻസ് ആണ് പറയാൻ, പക്ഷെ അവരുടെ സ്വഭാവം അസുര സ്വഭാവം. കാരണം അവര് ജയവിജയന്മാരായിരുന്ന സനകാദികളുടെ ശാപം കൊണ്ട് 3 ജന്മം അസുര സ്വഭാവം പ്രകടിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളും രാവണ കുംഭകർണന്മാരുമായി വന്ന് പിന്നീട് അവർ ശിശുപാല ദന്തഭക്തന്മാരായി വന്നു. അപ്പൊ അവരെയൊക്കെ ഭഗവാൻ തന്നെയല്ലേ ഇല്ലായ്മ ചെയ്തത്, അവരെയൊക്കെ വധിച്ചത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് പേര്? ധനുജകുലാമിത്ര. ധനുജകുലങ്ങൾക്ക് അമിത്രനായിരിക്കുന്നവനെ, ശത്രുവായിരിക്കുന്നവനെ എന്നർത്ഥം. അപ്പൊ നമുക്കും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? നമ്മുടെ ഉള്ളിലുണ്ട് ചില ധനുജകുലം, അല്ലെ? നമ്മുടേതായിട്ടുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദി ദോഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആസുരികതകളാണ്. അപ്പൊ ഈ ആസുരികതകളെ, എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള അസുര സ്വഭാവങ്ങളെ നശിപ്പിച്ചു തരൂ ഭഗവാനെ എന്നും കൂടെ ഈ പേര് പറഞ്ഞു വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കാം നമുക്ക്. മറ്റ് ധനുജകുലത്തേക്ക് പണ്ടെപ്പോഴോ ഭഗവാൻ ഹനിച്ചു, ശരി, അത് കാര്യം കഴിഞ്ഞു, കഥ കഴിഞ്ഞു. നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കുള്ള പ്രയോജനം ഭഗവാനെ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ധനുജകുലത്തെ മുഴുവൻ, ആസുരീ സമ്പത്തിനെ മുഴുവൻ ഉന്മൂലനം ചെയ്തു തരണേ ഭഗവാനെ. എൻ്റെ അഹങ്കാരത്തെ ഉന്മൂലനം ചെയ്യണേ, എൻ്റെ സ്വാർത്ഥതയെ ഉന്മൂലനം ചെയ്യണേ. ആ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷങ്ങളും കാമക്രോധ ലോപമോഹ മത മാത്സര്യാദി ആദി എക്സെട്ര എക്സെട്ര എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നശിപ്പിച്ചു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ധനുജകുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ. ഭഗവാനെ മറ്റൊരു സംബോധന ചെയ്താണ് മിത്ര ശശി ദൃഷ്ടേ. മിത്ര ശശി ദൃഷ്ടിഹി. ആ ദൃഷ്ടിഹി എന്നുള്ളതിന്റെ സംബോധന വന്നപ്പോഴാണ് ദൃഷ്ടേ എന്ന് വിളിച്ചത്. കവിഹി എന്ന ശബ്ദത്തെ സംബോധന ചെയ്യുമ്പോൾ ഹേ കവേ എന്നാ വിളിക്കുക. കപിഹി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, അല്ലെ? കപിയെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കുക? കപേ എന്നാ വിളിക്കുക. അത് ഈകാരം ഏകാരമായി മാറും സംബോധനയിൽ. അപ്പൊ ഇവിടെയും മിത്ര ശശി ദൃഷ്ടിഹി. ഭഗവാന്റെ ദൃഷ്ടിഹി മിത്രശ്ച ശശിശ്ച. മിത്രനും ശശിയും ഭഗവാന്റെ ദൃഷ്ടികളാണ്. ദൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ദർശനം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ. ആരൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും. മിത്രൻ എന്നാൽ സൂര്യൻ, ശശി എന്നാൽ ചന്ദ്രൻ. അപ്പൊ സൂര്യചന്ദ്രന്മാർ കണ്ണുകളായിരിക്കുന്നവനെ എന്നർത്ഥം. അപ്പൊ വിശ്വരൂപനായ ഭഗവാന്റെ 2 കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. ഒരാൾ ഒരു ഭാഗം പ്രകാശിപ്പിക്കുമ്പോൾ മറ്റൊരാൾ, നമ്മുടെ ഇടത് കണ്ണ് ഇടത് ഭാഗത്തെ പ്രകാശിപ്പിക്കുന്നു, വലത് കണ്ണ് വലതു ഭാഗത്തെ പ്രകാശിപ്പിക്കുന്നു, അല്ലേ? ഒരു കണ്ണ് അടച്ചു പിടിച്ച് നോക്കൂ, ഒരു ഭാഗം പ്രകാശിക്കില്ല. അപ്പൊ അതുപോലെ ഭഗവാന്റെ ഇടതും വലതുമാണ് രാവും പകലും. വിശ്വരൂപനായുള്ള ഭഗവാന്റെ ഇടതും വലതുമാകുന്ന രാവും പകലിനെയും പ്രകാശിപ്പിക്കുന്ന ഭഗവാന്റെ വലത് കണ്ണ് പകലിനെ പ്രകാശിപ്പിക്കുന്ന സൂര്യനും ഭഗവാന്റെ ഇടത് കണ്ണ് രാത്രിയെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനും. ആ വിശ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ 2 നേത്രങ്ങളാകുന്നു സൂര്യനും ചന്ദ്രനും. അതുകൊണ്ട് ഭഗവാനെ സംബോധന ചെയ്തു മിത്ര ശശി ദൃഷ്ടേ. ഈ ലോകത്തിന് മുഴുവൻ
വെളിച്ചം കൊടുക്കുന്ന ആ ശശിയും മിത്രനും ഭഗവാന്റെ കണ്ണുകളാണ്. അപ്പോ 4 നാമങ്ങൾ പറഞ്ഞു. ഉദ്ധൃത നഗപിതനുജ ധനുജ കുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാരഃ. പ്രഭവതി ഭവതി ദൃഷ്ടേ, പ്രഭുവായ ഭവാനെ ദർശിച്ചിരിക്കെ ഭവതിരസ്കാരഃ ഭവതി ന കിം, ഭവത്തിന്റെ തിരസ്കാരം സംസാര ദുഃഖങ്ങളുടെ നാശം സംഭവിക്കുകയില്ലേ? തീർച്ചയായിട്ടും സംഭവിക്കും. അതിനുള്ള തെളിവാണ് മുമ്പുള്ള നാമങ്ങള്. ലോകത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും എപ്പോഴും വലിയ 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 ദുഃഖങ്ങളെ മല പോലെ വന്നതിനെ മഞ്ഞ് പോലെ അകറ്റിയ ആളാണ് ഭഗവാൻ. അപ്പൊ പിന്നെ നമ്മുടെ സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ഭഗവാന് വല്ല പ്രയാസവും ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ ആശ്രയിക്കാം. അതിനെന്ത് ചെയ്യാം? ഷഡ്പദി പഠിക്കാം, അല്ലെ? ഷഡ്പദി പാടാം. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ. ഇങ്ങനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കാം. നമ്മുടെ വദന സരോജത്തിൽ ഈ ഒരു ഷഡ്പദി എപ്പോഴും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇനിയുണ്ട് 2 പ്രധാന ശ്ലോകങ്ങള്. ഇന്നിപ്പോ ഇവിടെ നിൽക്കട്ടെ. 8:40 ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ഉഷ്ണം. അതുകൊണ്ട് വാതിലൊക്കെ തുറന്നിടട്ടെ സ്വാമിജി. ഇന്നിവിടെ നിർത്താം നമുക്ക്. ഹരിയോം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം ആശംസിക്കുന്നു. 10:30 മണിക്ക് നമുക്ക് കാണാം. അപ്പോഴേക്കും കറണ്ട് വരുന്നു വിചാരിക്കണം. 10:30 മണിക്ക് ശിവഭുജംഗം 8ാം ദിവസം തുടരും. നാളെ 11ാം ദിവസം ഇത് തുടരും. നമ്മുടെ പ്രാർത്ഥനാ ഷഡ്പദി. ഹരിയോം.